നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചില നഷ്ടങ്ങളുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അതെന്നേക്കുമായിട്ട് നഷ്ടപ്പെടണം. ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വന്ദനയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ അറിവോ സമ്മതമോ കൂടാതെ അവളെ അവൻ കെട്ടാനൊന്നും പോകുന്നില്ല. എന്നാലും പ്രണയമല്ലേടൂ. ആ ലഹരി എങ്ങാനും മൂത്ത് ഊരാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെ ആയാലോ എന്നതൊരു ഭയമായിരുന്നു എനിക്ക്. എന്നാലും അവളുടെ കല്യാണം ഉറപ്പിച്ചല്ലോ, സന്തോഷമായി എനിക്ക്. സാർ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? വന്ദനെ കെട്ടാൻ പോകുന്ന ആ ഗൗതമിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചത്. ആരാണവൻ? മിറർ ഓഫ് ഇന്ത്യ എന്ന വമ്പൻ പത്രത്തിന്റെ റിപ്പോർട്ടർ അവൻ. ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്നവനും സ്വാധീനമുള്ളവനും അവൻ. അവര് തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ വന്ദനയുടെ ലെവലങ്ങ് മാറും. വന്ദനയുടെ ലെവല് മാറുമ്പോ അവള് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷന്റെ ലെവലും മാറും. രാജീവന്റെ കൊലപാതക കേസ് തെളിയും. സാർ അകത്തു പോകും. സാറിന്റെ ഫീസ് പോയോ? സാഗറേ, ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വന്ദനയുടെ സഹോദരൻ ആ പീപ്പന്നി പ്രകാശിന് വെട്ടി വിഴുങ്ങാൻ എത്ര പണം വേണമെങ്കിലും ഞാൻ തരും. അവനെ കൊണ്ട് ഈ കല്യാണം മുടക്കിക്കണം. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. അതാണ്. കുറച്ച് ലക്ഷങ്ങൾ കൂടി മുടക്കേണ്ടി വരും. അയ്യോ, എത്ര വേണമെന്ന് പറഞ്ഞാ മതി. പക്ഷെ താൻ എനിക്കൊരു ഉറപ്പ് തരണം. ഈ വന്ദന ഒതുക്കുന്നത് സാറിന്റെ മാത്രം പ്രശ്നമല്ല, എന്റെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാ. ആണല്ലോ. ഉറപ്പ്. പിന്നെ വന്ദനയുടെ കല്യാണം ഉറപ്പിച്ചതൊക്കെ ശരിയാ. പക്ഷെ ജഗൻ ആർക്കും അവളെ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ സാഗറേ, സാറ് നേരത്തെ പറഞ്ഞില്ലേ, സാറൊന്ന് നോക്കിയാ 8 ദിക്കിൽ 7 കളറിൽ മൂത്രമൊഴിക്കുന്ന ജഗനെ കുറിച്ച്. ആ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ജഗൻ കൈവിട്ടു പോകാതിരിക്കാനുള്ള വഴികൾ നോക്കണം. അതും തന്ത്രത്തിൽ. അതെന്ത് തന്ത്രം? അതേത് വഴി? അവനെ പിടിച്ചൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്കൂ സാറേ. അതും അവന് പറ്റിയൊരു പെണ്ണ്. സാറിന് നിരവധി രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധമുള്ളതല്ലേ. അവരുടെ മക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറപ്പെണ്ണുങ്ങളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോ രാത്രി യാത്രയില്ല. ഗുഡ് നൈറ്റ്. രാഷ്ട്രീയക്കാരന്റെ മകൾ, അതെനിക്ക് പണി കിട്ടും. പിന്നെ മുറപ്പെണ്ണ്, അതിങ്ങോട്ടൊരു പൂക്കാണ്ടിയും കിട്ടൂല. ഉണ്ട്, പെണ്ണുണ്ട്. വരും വരും. നഷ്ടപ്പെടുത്താനാണെങ്കിൽ എന്തിനാ അവളെ എനിക്ക് കാണിച്ചു തന്നത്? എന്റെ ഉള്ളിൽ അവളോട് ഇഷ്ടം തോന്നിച്ചത് എല്ലാം ഒഴിവാക്കാമായിരുന്നില്ലേ?
ജഗ, നീ ഇവിടെ വീട്ടിലുണ്ടോ? ഉം. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആദ്യം നിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പം നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചില നഷ്ടങ്ങളുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അതെന്നേക്കുമായിട്ട് നഷ്ടപ്പെടണം. ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വന്ദനയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ അവളെ. നിന്റെ ഇഷ്ടം അവൾക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഇതിനകം തന്നെ നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ വന്ദനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. പലരും നമ്മളെക്കാൾ നല്ലതെന്ന് തോന്നുന്ന ഒരാൾ വന്നാൽ തീരാവുന്ന അളവിലേ ഇഷ്ടം സൂക്ഷിക്കാറുള്ളൂ. അവളും അങ്ങനെ ഒരു പെണ്ണ് തന്നെയാവും. നീ എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. കോടീശ്വരനായ കുറുപ്പിന്റെ മകൻ, ജനം അംഗീകരിക്കുന്ന യുവജന നേതാവ്. അങ്ങനെയുള്ള നീ അവളുടെ മുന്നിൽ ഒരു കാമുകന്റെ കോമാളി വേഷം കെട്ടണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ നന്നായെന്ന് കരുതിയാൽ മതി. നിന്റെ മുന്നിലുള്ള ലോകം വളരെ വിശാലമാണ്. നിന്റെ സ്റ്റാൻഡേർഡിനൊത്തൊരു പെണ്ണ നിനക്ക് വിധിച്ചിട്ടുള്ളത്. അവളെ നീ മറന്നേക്ക്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. നമുക്ക് രാവിലെ സംസാരിക്കാം. ഹലോ, ഇപ്പൊ തന്നെ ഇതിന്റെ യഥാസ്ഥിതി എന്താണെന്ന് എനിക്കറിയണം. വന്ദനയുടെ വീട്ടിലേക്ക് പോവുക തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.